അസ്സലാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും നല്ല സേഫ് ആയിട്ട് ഇരിക്കുന്നതല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് എന്താണെന്ന്, ഏത് വിഷയമാണെന്നുള്ളത്. അപ്പം അതിൽ 62% ആളുകളും പറഞ്ഞിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ്. അതുപോലെ ഒരു 32% ആളുകൾ പറഞ്ഞിട്ടുള്ളത് റെസിപ്പീസാണ്. ബാക്കിയുള്ള 6% വരുന്നത് വ്ളോഗ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ കൂടുതൽ പേരും ഡേ ഇൻ മൈ ലൈഫ് കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഷൂട്ട് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഡേ ഇൻ മൈ ലൈഫ്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റംലാൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഇതിൽ തന്നെ നമ്മൾ രാവിലത്തെ കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ നമ്മൾ കാലത്ത് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ അത്താഴത്തിന് എഴുന്നേറ്റ ടൈമിൽ നമ്മൾ അത്താഴമൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 2 കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബേക്ക് രാവിലെ തന്നെ ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നേക്കുള്ള കേക്കല്ല കേട്ടോ, നാളേക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഇതിൽ ഫോണ്ടൻറ്റ് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കേക്കിൻ്റെ ഐസിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും ഞാൻ ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. പോരാത്തതിൻ്റെ റെസിപ്പി ആർക്കും കാണാൻ ഒട്ടും ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ കേട്ടോ ഒരു 10 മണിക്ക് ശേഷമാണ് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ മെഹസ എന്തോ വരച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ തട്ടുകയാണ്, വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കി വരയ്ക്കുകയാണ് കേട്ടോ. സ്കെച്ചൊന്നുമല്ല, വേറൊരു ചിത്രം നോക്കി അതുപോലെ നോക്കി വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇന്ന് ചെമ്മീനാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കുഞ്ഞ് ചെമ്മീനാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് എല്ലാവരും അടുക്കള കയറ്റി എന്ന് പറയുന്നത്. കാരണം ഈ കേക്കിൻ്റെ പണിയും ഇതെല്ലാം കൂടെ ഉണ്ടാവുന്ന ടൈമിൽ ഈ ഒരു ചെറിയ ചെമ്മീൻ, അതും നോമ്പ് നോറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ചെറിയ ചെമ്മീൻ കൊടുന്നപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാനൊക്കെ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെമ്മീനെ നിങ്ങൾ കണ്ടു നോക്കണം, ഭയങ്കര കുഞ്ഞതാണ്. അപ്പോൾ ഞാനും ഇക്കയും മെഹസയും ഒക്കെ കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെഹസാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടോ മീൻ നന്നാക്കണ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ കറി വെക്കാനാണ് കേട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ കരുതി ഇതുകൊണ്ടൊരു വെറൈറ്റി തന്നെ ആക്കാന്നുള്ളത്. അപ്പോൾ അതാ ഞാനിപ്പോൾ ചെമ്മീൻ നന്നാക്കിയിട്ട് അതിലേക്ക് കായം പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടി ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ ഇതൊന്ന് പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ അസറ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ബാക്കി പരിപാടി നടത്തുന്നത്. അപ്പോൾ ചെറിയ ചെമ്മീനാണെങ്കിലും കൂടി ഇതാണ് കേട്ടോ ഈ ഒരു ചെമ്മീനിൽ ടേസ്റ്റ് എന്ന് പറയാൻ. ഇത് വെച്ച് ബിരിയാണി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വ്ളോഗിൽ രജിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാനെ ഇനിയും അടുക്കളയിൽ കയറ്റണമെന്ന്. അപ്പോൾ എനിക്ക് ഒരു ചാൻസ് കിട്ടിയതാണ്, ഈ ഒരു ചെമ്മീൻ വെച്ചിട്ട് തന്നെ ഞാൻ അടുക്കളയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. പിന്നെ നമ്മൾ അസറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറുന്നത്. അപ്പോൾ പുട്ടായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് ഒരു 4:30 കഴിഞ്ഞിട്ട് ആണ് കയറിയിട്ടുള്ളൂ. കാരണം പത്തിരി പോലെ അത്ര പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, മസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാടൻ ഈ ഒരു ചെമ്മീനൊക്കെ കണ്ടല്ലോ, നല്ല കുഞ്ഞ് ചെമ്മീനായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മസാല ഒക്കെ പിടിച്ച് ഒരുപാട് നേരം ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലൊന്നും നേരം വേണ്ട, നമുക്ക് ഇതിന് സവാളയിലേക്ക് ഇട്ട് വഴറ്റാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ സെയിം പാനിൽ തന്നെയാണ് ഞാനിതിൻ്റെ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ആ പാനിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോപ്പർ കുട്ടനുള്ളതുകൊണ്ട് തന്നെ അതിലാണ് നമ്മൾ സവാളയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്നും പുട്ട് കറി ചെയ്യുന്ന കൂട്ടത്തിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതാകുമ്പോൾ കറിയുടെ ആവശ്യമില്ല, നല്ല ഗ്രേവി മസാലയൊക്കെ ആ ഒരു ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറില്ല അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ചിക്കൻ പുട്ടും ബീഫ് പുട്ടും ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്കിപ്പോൾ ചെമ്മീനാണ് തോന്നിയത് കേട്ടോ. ഇനി ഞാനിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ ഒരു പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു നിറയെ പുളിയും അതുപോലെ കുറച്ചും കൂടെ ഒരു ഗ്രേവി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യേണ്ട, ഒരു ഹാഫ് മതി.
കുറച്ച് തക്കാളിയും കൂടി ചെറുതായിട്ട് നമ്മൾ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞത് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അത് സ്പീഡാക്കി കാണിക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കുക. നന്നായിട്ട് തന്നെ ആ മസാലയും ചെമ്മീനും ഒക്കെ റെഡി ആയിരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ചൊരു ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലി പുതിന ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. പിന്നെ പുട്ട് റെഡിയാക്കാനായിട്ട് പുട്ടുപൊടി അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് വെള്ളം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ റെഡിയാക്കി വെക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് ഒരു 6 മണി ആ ഒരു ടൈമിലൊക്കെ പുട്ട് റെഡിയാക്കുന്നുള്ളൂ കേട്ടോ. ചൂടോർക്ക് കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതാ ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കാനല്ല കേട്ടോ, നമ്മളെ സ്പെഷ്യൽ ഇഡ്ഡി മുട്ട ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ഞാൻ മുന്നേ റെസിപ്പി ഇട്ടതാണ്, പക്ഷേ ഞാൻ ഒന്നും കൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നിങ്ങൾക്ക് നോമ്പിൻ്റെ ഒരു വ്ളോഗിൽ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലി ചെമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ നമ്മൾ എണ്ണ തടവി വെച്ചതാണല്ലോ, ഇതിലേക്ക് ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഈ ഒരു ഇടിമുട്ട എന്നുള്ളത് ഒരു കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ്. ഇത് പുഴുങ്ങിയിട്ടും ചെയ്യുന്നവരുണ്ട് കേട്ടോ, പക്ഷേ പുഴുങ്ങിയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതന്നെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. കാരണം പുഴുങ്ങിയതാകുമ്പം അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആ ഒരു മസാല ഒന്നും പിടിക്കില്ലല്ലോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ നമ്മൾ പാത്രം നിലത്ത് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതിൽ തന്നെ ആകുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് വെക്കുമ്പം അതിൽ നിന്ന് അങ്ങനെ തെന്നി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തേൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കാം. ഇപ്പോൾ രണ്ടാമത്തേൽ ഞാൻ ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി മസാലയിലേക്ക് ഉപ്പിടും, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇടുമ്പം സൂക്ഷിച്ചിട്ട് മതി. അപ്പോൾ ഇതാ ഇപ്പോൾ ചിലതിൽ ആ മഞ്ഞക്കരു കാണുന്നില്ലല്ലോ. എന്താ പറയുക, എൻ്റെ ഇഡ്ഡലിയുടെ തട്ട് വളരെ കുഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം ഞാൻ പറയാറുണ്ടല്ലോ, ഇവിടെ ഫ്രൈ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണേ കാരണം ജസ്റ്റ് ഇത് നമ്മൾ നോമ്പിന് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരു 2 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പൊക്കെ കൊട്ടെടുത്തിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്യണം. ഒരു 5 മിനിറ്റ് അത്രയും മതി. അപ്പോൾ അതൊന്ന് സ്റ്റീം ചെയ്തിട്ട് വരാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മളെ ജ്യൂസ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ഞാനിതാ മാങ്ങ നല്ല പൾപ്പാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നോമ്പിന് മുന്നേ ഇത് ഇക്ക റെഡിയാക്കി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീട്ടിലുണ്ടാവണ മാങ്ങ ഉണ്ടല്ലോ, അത് കുട്ടികൾക്കൊന്നും കുറേ കഴിഞ്ഞാൽ വേണ്ടി വരില്ല. പക്ഷെ അപ്പോൾ ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ തൊലി മാറ്റിയിട്ട് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് തൊലി മാറ്റിയിട്ട് പീൽ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ജ്യൂസ് അടിക്കണ നേരത്ത്, അപ്പോൾ ജ്യൂസ് അടിക്കാൻ അധികം പണിയുമില്ല. തൊലി ഒന്നും ചെത്തി ആകെ വൃത്തിയിടാക്കേണ്ട ഒരു ടൈം നമുക്ക് ആ ഒരു നോമ്പിന് തുറക്കണ ആ ഒരു നേരത്തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കിയാൽ മതി. ഇതുപോലെ എല്ലാ ഫ്രൂട്ടും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, അതുപോലെ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് ഐസ് പാലും അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ട് ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെഹസാക്ക് ഇഷ്ടമല്ല കേട്ടോ മാങ്ങ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇതിന് പകരം ഞാൻ കഷ്ണം മുറിച്ച് വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടോ. അപ്പോൾ അത് നമ്മൾ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറുന്ന ടൈമിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് അതിനെ ഒന്ന് ഇളക്കി മാറ്റിയാൽ മതി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സ്ഥിരമായിട്ടുള്ള കടലയാണ്. അതിൻ്റെ റെസിപ്പി കഴിഞ്ഞതിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റുബീന കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ മല്ലിപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടല, ആ കടലിലേക്ക് ഇനി ഇടുന്ന മസാല ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പാന് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, വീണ്ടും സവാളയും അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇനി മല്ലിപ്പൊടി, ഇതുപോലെ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, നിങ്ങളുടെ കയ്യിൽ ഏത് മസാല ഉള്ളത് വെച്ചാൽ അതിട്ട് കൊടുക്കുക. വെറും മല്ലിപ്പൊടി ആണെങ്കിൽ കൂടി ഈ ഒരു കടല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കടല മാറിയിട്ടുണ്ട്, നമ്മൾ വെള്ളക്കടല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മറ്റേ കടലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് ഗരം മസാല, ഈ ഒരു 3 പൊടികളാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഉള്ളി അധികം നേരമൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടി വിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടലൻ്റെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു വരുന്നുണ്ട്. മസൂക്കൊന്നും കടലപ്പം ഇഷ്ടമല്ല, അപ്പോൾ മസൂ ഇപ്പോൾ കഴിക്കണില്ല കേട്ടോ. അങ്ങനെ ജ്യൂസ് ഒരാൾ കഴിക്കില്ല, ഒരാൾ കടല കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇതാ നമ്മളെ സ്ഥിരമായിട്ടുള്ള കടലയും ഇവിടെ റെഡി ആക്കണം. അപ്പോൾ ഞാനിത് റെസിപ്പി മുന്നേ കാണിച്ചത് കൊണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മെഹസ അടിപൊളിയായിട്ട് വരച്ചിട്ട് അതിൽ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മുന്നേ വരച്ചതും ഇന്ന് വരച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കി വരച്ചതാണ്. എന്നിട്ട് നല്ല കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇടിമുട്ടയുടെ മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ
ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മൾ കുരുമുളകൊക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ കളറും അതുപോലെ തന്നെ എരിവും കുറച്ചുണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ടതുകൊണ്ട്, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് എല്ലാ മസാല ഇതിലൊന്ന് തേച്ച് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ അതും നാടൻ വെളിച്ചെണ്ണയാണെങ്കിൽ ആ ഒരു സ്മെല്ലും നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ. അപ്പോൾ ആരും ഓയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യരുത്, വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് സാമൂഹ്യ അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. മുട്ടയാണ്, പൊട്ടിത്തെറിക്കും. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ല ഒരു പൊട്ടിത്തെറി, അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കടല സെർവ് ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇട്ടതിന് ശേഷം പച്ച സവാള കൊത്തി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക്, അത് ഇക്കാക്ക് മസ്റ്റാണ്. അപ്പോൾ ഇക്കാക്ക് കുറച്ചധികം, ഇക്കാടെ പ്ലേറ്റിൽ കുറച്ചധികം പച്ചമുളക് തന്നെ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കും. ഞങ്ങൾക്ക് അത്ര കടിക്കാൻ പേടിയുള്ളത് കാരണം ഇടാറില്ല കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി ഉണ്ടാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 6 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ പുട്ട് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ മസാല ഇട്ട് കൊടുക്കാം, എന്നിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയും എന്താ പറയുക പുട്ടും സാധാരണ ഉണ്ടാക്കില്ല അതേപോലെ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ മസാല ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക, കാരണം നമ്മളിത് വേറെ കറി കൂട്ടിയിട്ടല്ല കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് പൊടി ഇടുക, അതേ കുറച്ച് തന്നെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കൂടുതൽ മസാലയും കിട്ടും, കറിയില്ലാതെ കഴിക്കാനായിട്ട് പറ്റും. അപ്പം ഇതൊരു സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു ശബാങ്കൊക്കെ കൊടുത്തിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ ചെറിയ ചെമ്മീൻ കിട്ടിയാൽ ആരും വഴക്ക് പറയണ്ട കേട്ടോ. ഇത് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക പറയുകയും ചെയ്ത് നമുക്ക് 1 കിലോ കൂടി വാങ്ങിയാലോ എന്നുള്ളത്, കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കിയിട്ട് ഇനി ഇവൾ തള്ളുകയാണെന്ന് പറയരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിപ്ലൈ എനിക്ക് തരണം. ഇനി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ടേബിളിലേക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇന്ന് ചെമ്മീൻ നന്നാക്കിയ ക്ഷീണത്തിൽ അവരാരും സെറ്റ് ചെയ്യാനില്ല, അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരുടെ വീട്ടിലും എന്നറിയാം. അപ്പോൾ അതാ നമ്മളിന്ന് ലൈം ജ്യൂസും അതുപോലെ മാംഗോ. അപ്പോൾ ലൈം ജ്യൂസിൽ ഇന്ന് നമ്മൾ ഒരു പൈനാപ്പിളും കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് യെല്ലോ കളറിലുള്ള ലൈം ജ്യൂസ്. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.